അങ്ങനെ കെട്ടും പാണ്ടൊക്കെ മുറുക്കി നമ്മൾ യാത്ര തിരിച്ചു കേട്ടോ. ഇനി ഒരാഴ്ചത്തേക്ക് ജഗപ്പൊക വിമാരുടെ സന്തോഷം കണ്ടോ. ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഒരു ഏകദേശം 4 മണിക്കൂർ യാത്രയുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഒത്തിരി ദൂരത്തേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇവന്മാരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇത്തവണ ലീവ് എടുത്തേക്കണം കേട്ടോ. സാധാരണ ഇവിടെ ലീവിന് പോയി കഴിയുമ്പോൾ ഒന്നിലും ഹോട്ടൽസ് ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റിസോർട്ടിനകത്തൊരു വീടായിട്ട് വില്ല പോലെയാണ് കേട്ടോ സാധാരണ എടുക്കുന്നത്. നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് വില്ലയായിരിക്കും. കാരണം അതാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൗകര്യം കൂടുതലാണ്. ഹോട്ടലൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ ടൈം ലിമിറ്റേഷൻസും പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമിങ്ങുകളൊക്കെ ഉണ്ട്. ഇതാവുമ്പോൾ നമ്മുടെ സ്വന്തം വീട് പോലെയാണ്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാം, ഇഷ്ടമുള്ളപ്പോൾ പോകാം, വേണമെങ്കിൽ ഫുഡ് കുക്ക് ചെയ്യാം. പിന്നെ കുറച്ച് ഈ പിള്ളേരൊക്കെ ഉള്ളപ്പം പുറത്തേക്ക് ഇറങ്ങി കളിക്കാനും ഒക്കെ ആയിട്ട് ഇവർക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂള്, അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട് കേട്ടോ ഇവിടെ. ബാർബിക്യൂ ഒക്കെ നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തവണ നമ്മൾ എടുത്തിരിക്കുന്ന മൊബൈൽ ഹോമാണ് കേട്ടോ. പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ ഇതെന്താ സംഭവം, ഇത് ഇത്തവണ ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഒരു വെറൈറ്റി സംഭവം ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഉണ്ടല്ലോ, അകത്ത് കയറി കഴിയുമ്പോൾ എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ഹാളും കിച്ചണും കൂടി ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ബാത്റൂം, പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു റൂമുണ്ട്. അവിടെ 2 ബെഡ് ഉണ്ട് കേട്ടോ. പിന്നെ അലമാരികളുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് വലിയൊരു ബെഡ്റൂമുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ശരിക്കും നമ്മുടെ ഒരു വീട് പോലെ തന്നെയുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്ത് ടേബിളും ചെയേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ഫുഡ് പുറത്തിരുന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. പിന്നെ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ബാർബിക്യൂ സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ബാറുണ്ട്. ബാറെന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, കഫറ്റേരിയ പോലത്തെ സംഭവങ്ങളാണ്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ളൊരു ചെറിയ പാർക്കുണ്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഇത്തവണത്തെ സ്വിമ്മിംഗ് പൂൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് അങ്ങ് ഓടിപ്പോയാൽ മതി. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. വൈകുന്നേരം അവിടെയൊക്കെ പോയി ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇവന്മാർക്ക് ഇന്ന് വന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകാത്തതുകൊണ്ട് സമാധാനമില്ല. എന്നാൽ പിന്നെ വീടിൻ്റെ തൊട്ടടുത്തുവാണല്ലോ, അതുകൊണ്ട് അവരെ സ്വിമ്മിംഗ് പൂളിൽ വിട്ടു കേട്ടോ. വൈകുന്നേരം സമയമായിരുന്നു, പക്ഷേ വെള്ളത്തിന് തണുപ്പൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം അവരവിടെ ചാടി. ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. ഇന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന ഫുഡ് ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇതിലൊക്കെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. നല്ല രസമാണ്. ഇതിൻ്റെ അകത്തേക്കൂടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ നമുക്ക് നടന്നു പോകാനായിട്ട്. ഇനി നേരെ പോയി കടലിലേക്ക് കയറണം. നാളെ രാവിലെ എഴുന്നേറ്റ് കടലിൽ പോകണം എന്നാട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാവേ.